ഇസ്രായേൽ ഹമാസ് യുദ്ധം പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണല്ലോ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ. അമേരിക്ക, ഖത്തർ, ടർക്കി, ഈജിപ്റ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ഈ പരാമർശം വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും മിയാമിയിൽ ഈ സമാധാനം രണ്ടാം ഘട്ട സമാധാന ചർച്ചകളിലേക്കും അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് സമാധാന പാലനം കടക്കേണ്ടതിന്റെ ഒരു ആവശ്യത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചർച്ചയുടെ ഭാഗമായാണ് ഈജിപ്തും ഖത്തറും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഒരു സംയുക്ത പ്രസ്താവനയിലാണ്. സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് തടസ്സം നിൽക്കാനുള്ള നടപടികൾ ഇസ്രായേലിന്റെയോ അതുപോലെ തന്നെ ഹമാസിന്റെയോ ഭാഗത്തു നിന്നുണ്ടാകരുത്. വെടിനിർത്തൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് സമാധാന പുനഃസ്ഥാപനത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ കൃത്യമായും ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പലതരത്തിലുള്ള സംഘർഷങ്ങൾ പലയിടങ്ങളിലും ഹമാസ് ഉയർത്തിവിടുന്ന, ഹമാസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടരുന്നൊരു പശ്ചാത്തലമുണ്ടായാൽ ഈ സമാധാന പാലനം വൈകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഒരു ബോർഡ് ഓഫ് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പുനർനിർമ്മാണത്തിനുള്ള ഒരു ബോർഡ് രൂപീകരിക്കണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ടോണി ബ്ലെയർ ഉൾപ്പെടെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ബോർഡ് ഓഫ് പീസ് അല്ലെങ്കിൽ ഈ സമാധാനത്തിനുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കണം എന്നൊരാവശ്യം നേരത്തെ തന്നെ ഈ ചർച്ചകളുടെ ഭാഗമായും വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായും ഉണ്ടായിരുന്നു. ഈ രണ്ടാം ഘട്ടത്തിൽ ആ ബോർഡ് രൂപീകരിക്കുകയും ആ ബോർഡിന് നിയന്ത്രണം വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായുമുള്ള നിർദ്ദേശം. ഈ ബോർഡ് രൂപീകരിക്കുന്നത് വൈകരുത് എന്നൊരാവശ്യവും നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അല്പസ്വല്പം വെടിനിർത്തൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും സാധ്യമായിരിക്കുന്ന ഒരു സമാധാനം തുടർന്നു കൊണ്ടുപോകുകയും അത് വീഴ്ച വരാതെ തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഇസ്രായേലിനും അതുപോലെ തന്നെ ഹമാസിനും അല്ലെങ്കിൽ ഗാസയിൽ നിയന്ത്രണം നടത്തുന്ന ഹമാസിന്റെ ചില വിഭാഗങ്ങൾക്കും ഇപ്പോൾ ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളെല്ലാം തന്നെ കർശനമായ ഒരു നിർദ്ദേശം, ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.